എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. നമസ്കാരം. CPM ബന്ധമുള്ള 2 ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ തിരികെ കയറ്റി. ഞാൻ അല്പം താമസിച്ചു പോയി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഉണ്ടാക്കാൻ ഇടയുണ്ട്. കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക. ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത നാടാകെ പരത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും അത് ചെയ്തത് P ശശിയാണ് എന്ന് അടൂർ പ്രകാശും പറയുന്നു. ഒരു കാര്യം, ഞാൻ മര്യാദക്കാരൻ, മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. SITക്ക് എതിരായ പരാമർശം വ്യക്തം. ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി വാക്കാൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഉന്നതരിലേക്ക് എത്തുന്നില്ല? നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. അപ്പൊ രഹസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് SITക്ക് ഞങ്ങൾ ചോദ്യം ചെയ്തു എന്ന് വരുത്തുകയും വേണം. എന്നാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടേ ഇല്ല എന്ന് പറയാൻ CPMകാർക്ക് അവസരം കിട്ടണം എന്നതാണോ SITയുടെ സമീപനം? എന്താ രഹസ്യമായി ചോദ്യം ചെയ്യേണ്ട കാര്യം? അദ്ദേഹത്തിന് എന്ത് പരിരക്ഷയാണുള്ളത്? മനസ്സിലായില്ലേ? സുഭാഷ്, യൂത്ത് വിംഗ് സെക്രട്ടറി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കടകംപള്ളി സുരേന്ദ്രനെ അദ്ദേഹത്തിന്റെ വിദേശയാത്രകൾ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ രേഖ വെച്ചാണ് പറയുന്നത്. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. കട്ടളയും വാതിലും ദ്വാരപാലകന്മാരെയും മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നു. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടു, അഷ്ടദിക്പാലകന്മാർ തങ്കവിഗ്രഹം ചെറുത് കട്ടു. ഉത്തമൻ തുടങ്ങി 11 പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. എന്നിട്ട് ചെറു പ്രതിഷ്ഠകളും കട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായില്ല. പ്രഭാവലയം അഥവാ പ്രഭാമണ്ഡലം, അയ്യപ്പന്റെ തലയ്ക്ക് ശിരസിന് മുകളിൽ അദ്ദേഹത്തിന്റെ പ്രഭാമണ്ഡലമായി സ്വർണം പതിച്ചു വെച്ച സ്വർണപ്പാളി കൊള്ളയടിക്കപ്പെട്ടു. കട്ടളയ്ക്ക് മുകളിൽ ഇരുന്ന ശിവരൂന്റെ രൂപം മഹായോഗിയായി മഹാശിവനെ കട്ടു. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ആകെ അവിടെ സംശയം ബാക്കി നിൽക്കുന്നത് തങ്കവിഗ്രഹം കൂടി കട്ടോ. ആവശ്യം എന്താണ്? വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞു, ഈ ശബരിമല എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് വിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സ്വാമി എന്നൊക്കെ ഞാൻ പറയും, അത് താനൊരു താപ്പാക്കരുത്. അവിടെ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ ആരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അടൂർ പ്രകാശിലേക്ക് എങ്ങനെ എത്തുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കട്ടവൻ ആരാ? പോറ്റി അല്ലേ? ഈ തൊണ്ടി മുതൽ വാങ്ങിയവൻ മറ്റേ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി. പിന്നെ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ ആന്റണി, സോണിയാഗാന്ധി, ഇവരെല്ലാം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വരികയാണ്. നീ ആളുകൾ അങ്ങനെ വിലയിരുത്തല്ലേ? അപ്പൊ ഈ കട്ടവനും ഈ സ്വർണം വാങ്ങിയവനും ഇവരെല്ലാം കൂട്ടിയിട്ട് ഈ കേരളത്തിലെ പ്രമുഖരായി സ്വർണ്ണക്കസുള്ള പട്ടുകുപ്പായം അണഞ്ഞ് കൂന്നൂരിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ 2 അപ്സരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ എന്തിനാണ് അതീവ സുരക്ഷയെല്ലാമുള്ള കോൺഗ്രസിന്റെ നേതാവിന്റെ അടുത്തേക്ക് പോയത് എന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചോദ്യം ചെയ്തവരൊക്കെ ഇപ്പോ റിമാൻഡിലായും ജാമ്യം കിട്ടാതെയും അകത്ത് കിടക്കുന്നുമുണ്ട്.
മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ശ്രീ നിങ്ങൾ സനോജ് ചോദിക്കുന്ന ഒരൊറ്റ നിമിഷം. ചോദ്യത്തിന്റെ ഉന്നം എന്താണ്? അല്ലല്ല. എനിക്കത് ഞാനത് ചോദിക്കരുതായിരുന്നു. മനസ്സിലാവുന്നില്ല. ഉന്നം കേട്ടോളൂ. ഉന്നം കേട്ടോളൂ. അതിന് ദയവായി താങ്കൾ ഈ അനാവശ്യ തർക്കത്തിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് സമയം കളയുക എന്നുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. 100% ഞാൻ യോജിക്കുന്നു. നമുക്കിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയണം, അടൂർ പ്രകാശ് എന്ന വാർത്ത പുറത്തു വന്നിട്ടില്ല. അറിഞ്ഞു. പക്ഷെ കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കും എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതെ, ഈ കളവൻ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്താ പിന്നെ വന്നത്? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഒരൊറ്റ നിമിഷം. ഇപ്പോഴിതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയൂ, ചോദിച്ചോളൂ എന്ന് പറയും. ചോദിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് താങ്കൾ അതിന്റെ ഓരോ പോയിന്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും നേരം സംഭവിച്ചത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒന്നിപ്പോൾ വ്യക്തമാണ്. ഇന്നത്തോടു കൂടി ഒരു കാര്യം മനസ്സിലായി. സ്വർണ്ണപ്പാളികളോ കട്ടിലപ്പാളികളോ ദ്വാരപാലക ശില്പങ്ങളോ മാത്രമല്ല, അവിടെയുള്ള എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പഞ്ചലോക വിഗ്രഹത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഭക്തന്മാർക്ക് ഭയമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ മമ്മടിച്ചിരിക്കരുത് അവിടെ ആങ്കർ. അത് എന്റെ ചോയ്സ് ആണ്. ഞാൻ എന്ത് ചോദിക്കണം അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല, അത് ഞാനാണ്. അങ്ങനെ പറ്റത്തില്ല. ശ്രീ